പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജനുവരി 4 തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥലെ ഞാൻ മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ
ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, നിന്റെ ഒപ്പ് കടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏത് രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിൻ്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. മഹത്വത്തിൻ്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിൻ്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെൻറ്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ ടു എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷേ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയ അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം. പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം.
പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? മറിയമാണ്. ആ കനായിലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റു വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.